ക്യൂട്ടീസ് ബിസ്ക്കറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ബീഫ് കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. അതിന് വേണ്ട ഉരുളക്കിഴങ്ങ് 2 എണ്ണമാണ്. അപ്പോൾ 1/2 കിലോ ബീഫിന് 2 ഉരുളക്കിഴങ്ങ് വേണം. അപ്പോൾ അത് ഞാൻ വേവിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ച് ഈ ഉരുളക്കിഴങ്ങ് ഇതിനകത്തേക്ക് ഇട്ട് വേവാൻ വെക്കുകയാണ്. ഒരു 3 വിസിൽ കേൾക്കുമ്പോഴേക്കും ഉരുളക്കിഴങ്ങ് വെന്ത് വരും. ഞാനിവിടെ കട്ട്ലറ്റിന് വേണ്ടിയിട്ട് 1/2 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. എല്ലില്ലാത്ത പീസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങൾ, 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ചെറിയ പീസ് ഇഞ്ചി, അതുപോലെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് 2 വലിയ സവാള വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. കുരുമുളക് 1.5 ടീസ്പൂൺ കുരുമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. പെരിഞ്ജീരകവും അതുപോലെ 1.5 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഈ എല്ലാ സാധനങ്ങളിൽ നിന്നും ഹാഫ് എടുത്തിട്ട്, പകുതി ഭാഗം എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഇതിനെപ്പോഴും കട്ട്ലറ്റിന് ഇങ്ങനെ അരച്ചെടുക്കുന്നതിനേക്കാൾ, പേസ്റ്റ് ആക്കുന്നതിനേക്കാൾ ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പം ഞാനിതിൻ്റെ ഹാഫ് പാർട്ട് എടുത്തിട്ട് ചതയ്ക്കുന്നുണ്ട്. അത് നമുക്ക് ബീഫിൻ്റെ കൂടെ ഇട്ടിട്ട് വേവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 2 മുളക്, ഒരു പീസ് ഇഞ്ചി, ഹാഫ് കറിവേപ്പില, പകുതി ഭാഗം പെരിഞ്ജീരകം, കുരുമുളക് എടുത്ത് വെച്ചേക്കുന്നതിൻ്റെ പകുതി. ഇത് ആദ്യം ഞാനൊന്ന് ചതച്ച് ബീഫിലിട്ട് വേവിക്കും. പിന്നെ അടുത്ത പാർട്ട്, അതിൻ്റെ ബാക്കി ഭാഗം എന്ന് വെച്ചാൽ രണ്ടാമത് ചതച്ചെടുക്കണം, സെപ്പറേറ്റായിട്ട് ചതച്ചെടുക്കണം. അത് രണ്ടാമത് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ മുളകെല്ലാം, എരിവെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. കട്ട്ലറ്റിന് എപ്പോഴും എരിവ് കുറച്ച് കൂടുതൽ നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് ഞാനൊന്ന് ചതച്ചെടുക്കുകയാണ്. നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട് നല്ലോണം. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. കാര്യം ഇത് നമുക്ക് ഡ്രൈ ആയിട്ടാണ് കിട്ടേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾ കട്ട്ലറ്റ് പൊട്ടിപ്പോകാതെ നല്ല ഷേപ്പിന് കിട്ടുള്ളൂ. ഇനി നമ്മൾ ചതച്ച് വെച്ചേക്കുന്നത് കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇതിൽ. പിന്നെ എനിക്ക് സാധാരണ ഇവിടെ കിട്ടുന്ന ബീഫ് ഒരു 3 വിസിലാകുമ്പോഴേക്കും തന്നെ വേകാറുണ്ട്. ഓരോ സ്ഥലത്തും കിട്ടുന്നത് വ്യത്യസ്തമാണ്. പിന്നെ അതുപോലെ തന്നെ കുക്കറിൻ്റെ ഷേപ്പ്, പിന്നെ അതിൻ്റെ വലിപ്പം, ഇതൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ വിസിലിൻ്റെ എണ്ണം കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പം നിങ്ങളതനുസരിച്ച് ചെയ്യണം. ഇനി ഈ ബീഫ് ഇവിടെ വേവട്ടെ. ആ സമയത്തിന് നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പകുതി ഭാഗം ഉണ്ടല്ലോ, അതുകൂടെ ചതച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന പൊട്ടറ്റോയുടെ സ്കിന്നൊക്കെ മാറ്റി നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 3 വിസിൽ കേട്ടിട്ടുണ്ട്. അതേപോലെ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ട്. ഈ വെള്ളം നമുക്ക് നന്നായിട്ടങ്ങ് വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ കണ്ടോ, ഇത് വെള്ളം മാറ്റിയിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ബീഫ് ഇപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കുമ്പോൾ ഒന്ന് മിക്സിയുടെ ജാറിൽ ഇട്ട്, ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ബീഫ് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പിൽ വയ്ക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ഒരല്പം എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ കൂടാൻ പാടില്ല. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ സവോള ചെറിയ പീസാക്കി വെച്ചല്ലോ, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട്
ജസ്റ്റ് ഇതിനെ മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള ഒന്ന് ജസ്റ്റ് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിനകത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കറി മസാല പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടെടുക്കാം. ബീഫിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ എരിവ് എല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്ത ശേഷം ഒന്ന് അതിൻ്റെ എരിവ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന സാധനം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ബീഫ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ട് ഉടച്ച് വെച്ചേക്കുന്ന പൊട്ടാറ്റോ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി ഞാനൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. അത് മിക്സ് ആവാൻ വേണ്ടിയുള്ള ഒരു വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇത് കോൺഫ്ലവർ ഒഴിക്കുന്നത് നമ്മുടെ കട്ട്ലറ്റ് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോഴേക്കും അത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കോൺഫ്ലവർ ഇല്ലാത്തവർ ഇതൊന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്ത ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് നേരം വെച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മിക്സ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കട്ട്ലറ്റിൻ്റെ ഓരോരുത്തരുടെ ഇഷ്ടം കണക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം കണക്ക് ഷേപ്പ് ചെയ്യാം. ഞാനിങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ എല്ലാം ഞാൻ ഈ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഓരോ പീസായി എടുത്തിട്ട് ആദ്യം ഒന്ന് ഈ മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്യണം. ശേഷം ഈ ക്രംസിലൊന്ന് കോട്ട് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഫ്ലെയിം നമുക്കൊന്ന് കുറച്ച് വയ്ക്കാം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും പുറം ഭാഗം. ഇപ്പോൾ എല്ലാം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിനകത്തെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് കണ്ടിന്യൂസ് ആയി ലഭിക്കുന്നതാണ്.